അസ്സലാമലൈക്കും. സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, നമ്മളും ഒരെട്ടേ പത്തിൽ അങ്ങനെ പോണു. കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് 8-10 എന്താ വെച്ചെന്ന്. ഒരുപാട് പൊന്തിയിട്ടുമല്ല, ഒരുപാട് താന്നിട്ടുമല്ല. അൽഹംദുലില്ലാ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോണു. സന്തോഷം, സമാധാനം. ഈ രോഗങ്ങളുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. എനിക്കല്ല കേട്ടോ, അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ഒരു രോഗമില്ല. ഇപ്പോൾ നാളത്തെ കാര്യം ഞാൻ പറയില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ അതൊന്നും പറയാനില്ല കേട്ടോ. ഉസ്താദന്മാരെ പറ്റി എന്താണ് കുത്തുബക്ക് പൈസ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മളൊരു കുട്ടിമുത്ത് ഉസ്താദുണ്ട്. അപ്പോൾ ആ ഉസ്താദിൻ്റെ ഒരു ഷോർട്സ് കണ്ടു ഞാൻ. അപ്പോൾ മക്കളെ, ഉസ്താദന്മാർ നിങ്ങളാരും കുറ്റം പറയണ്ട. കാരണം എന്താ വെച്ചെങ്കിൽ അവർക്കും ഉണ്ട് കുടുംബവും കുട്ടികളും ഉമ്മയും വാപ്പയും സഹോദരങ്ങളും ഒക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ കൂലിപ്പണിക്ക് പോകും. ഓൽക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. ഓല് ഈ മതം പഠിച്ചിരിക്കണ തന്നെ നമ്മളെ മക്കൾക്കും നമ്മളെ മതത്തിനെയും മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓലും കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പോൾ ഓലില്ലെങ്കിൽ പിന്നെ നമ്മൾ, കാരണം ഇപ്പോൾ അവർ പറയുന്നത് കൊണ്ട് അവർ കാണുമല്ലോ വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒതുങ്ങി പോകുന്നുണ്ട്. പല കാരണങ്ങളും, ഈ ഇച്ഛ കാരണം കൊണ്ട് മനുഷ്യന് ശല്യം. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ എനിക്കും പറയാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഒരു മരിപ്പ് വന്നാൽ അവർ വേണം. ഒരു നിക്കാഹ്, കുട്ടികളെ കല്യാണം, ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഓല് വേണം. ഒരു പള്ളിക്ക് നമുക്കൊരു പെരുന്നാൾക്ക് പോകണമെങ്കിൽ ഓല് വേണം, കാരണം കുത്തുബക്ക്. അപ്പോൾ അവർ പൈസ വാങ്ങണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടുംബങ്ങളില്ല. അപ്പോൾ നമ്മളൊരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു 10, 18, 20 വയസ്സായി എൻ്റെ കുട്ടി വലുതായി എൻ്റെ കഷ്ടപ്പാട് തീരും. എൻ്റെ കുടുംബത്തിലും അതേമാതിരി തന്നെ 10 റുപ്യ വരുമാനം കിട്ടും. അപ്പോൾ എനിക്കൊരു തണിയാകും എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതും ഓലും അങ്ങനെ തന്നെയാണ്. ഓലെ മാതാപിതാക്കളും ഇനിയിപ്പോൾ ഭാര്യ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഓൽക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഉസ്താദന്മാരുണ്ട്. ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുത്തനബിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എൻ്റെ നെറ്റിമ പിടിച്ച് മുത്തം തന്നു. എൻ്റെ ഭാര്യയുടെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു. 30 ഏക്കറെ 3 ഏക്കറെ സ്ഥലം വാങ്ങാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഉസ്താദന്മാരൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത് നല്ല ഉസ്താദന്മാരെ. അപ്പോൾ അൻസാരി സുഹരി ഉസ്താദ്, ആ ഉസ്താദിനെ പറ്റി ഇന്നാൾ ഒരു വീഡിയോ കണ്ടു ഞാൻ, ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പേ. അപ്പോൾ ആ വീഡിയോയിൽ വേറൊരാൾ പറയുന്നുണ്ട് വർഗീയത പറഞ്ഞു എന്ന്. അൻസാരി ഉസ്താദ് ഒരിക്കലും വർഗീയത പറയില്ല. അൻസാരി ഉസ്താദ് വർഗീയത പറയണവരെ പറയരുത് എന്ന് പറയുന്ന വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ എല്ലാം കാണലുണ്ട്, അൻസാരി ഉസ്താദിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണലുണ്ട്. പക്ഷെ എല്ലാതിനും ഞാൻ കമൻ്റ് ഇടില്ല. പക്ഷെ എന്നാലും അൻസാരി ഉസ്താദിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നതാണ്. അൻസാരി ഉസ്താദ് എത്ര ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതൊന്നും ഈ പറഞ്ഞ മാതിരി തന്നെ വേറുള്ള ഇതിൽ കൂടെ അല്ല. ഇപ്പോൾ ജാതി, മതം, വർഗം, പാർട്ടി ഇതൊന്നും നോക്കിയിട്ടല്ല അൻസാരി ഉസ്താദ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാർക്കും, കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും അൻസാരി ഉസ്താദിൻ്റെ അടുത്ത് പോകണമുണ്ട്. അവരത് ചെയ്യുന്നുണ്ട്, മാന്യമായ രൂപത്തിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ഉസ്താദന്മാരൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ ഉസ്താദന്മാരില്ലാതെ നമുക്ക് നമ്മളെ സമുദായത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. കുട്ടി ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ, ഞാനതിനെ കുട്ടി ഉസ്താദ് എന്നാണ് കേട്ടോ. കുട്ടി ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ നമ്മളൊക്കെ നമ്മളെ കുട്ടിയുടെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വന്നാൽ നമ്മളൊക്കെ നമ്മളെ കുടിയിലേക്ക് പോകുക, അല്ലെങ്കിൽ ടൂറ് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം അവർ പള്ളിക്ക കുത്തുബക്ക് വേണം. അത് കഴിഞ്ഞ് കുത്തുബയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേന് എന്നോടത്ത് ഇന്ന ആൾ മരിച്ചു എന്നുള്ളത് ചെയ്യും, ഫോൺ ചെല്ലും. അപ്പോഴത്തേനും പോലെ അവിടെ എത്തണം. കാരണം മയ്യത്ത് നിസ്കാരത്തിനും ദുആ ചെയ്യാനും എല്ലാത്തിനും ഓല് വേണം. അപ്പോൾ ഓലെ ദയവ് ചെയ്തിട്ട് നമ്മൾ കുറ്റം പറയാതിരിക്കുക. കാരണം കുരുത്തക്കേട് വാങ്ങി വെക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഉസ്താദന്മാരെയൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഉസ്താദന്മാരെ നല്ല ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലിപ്പോൾ വന്നില്ലേ ഒരു ഉസ്താദ്, 2 ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നല്ല ഉസ്താദുണ്ട്. 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 4 ഉമറ ചെയ്തിട്ടുണ്ട്. അവർ വന്നു, സന്തോഷത്തോടെ നമ്മൾ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, സൽക്കരിച്ചു. അതിഥി സൽക്കാരം കഴിഞ്ഞു. ഇന്നലെ ഓല് പോവുകയും ചെയ്തു. അപ്പോൾ ഉസ്താദന്മാരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് തെറ്റ് ചെയ്യുന്നവരും ശരി ചെയ്യുന്നവരും. അപ്പോൾ അതിൽ ഏതെങ്കിലും 1, 2 അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഉസ്താദന്മാരും അങ്ങനെയല്ല. അപ്പോൾ ഞാനത് പറയാനാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. എനിക്കത് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഉസ്താദന്മാരെ നമ്മളാരും
അടച്ച് കുറ്റം പറയാതിരിക്കുക. ചെയ്യണവരെ പറയാം, അല്ലാത്തവരെ പറയണ്ടെന്ന് വെക്കുക. കാരണം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അത് കൊള്ളൂലേ, അത് വിചാരിച്ചിട്ടാണ്, അവരെ മനസ്സ് വേദനിക്കൂലേ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയല്ല. എനിക്ക് അൻസാരി ഉസ്താദ് തന്നെയാണ് പിന്നെയും പറയാൻ തോന്നുന്നത്. എന്താ വെച്ചെങ്കിൽ അൻസാരി ഉസ്താദ് ചെയ്യുന്നത് നല്ല പ്രവർത്തനങ്ങളാണ്. ഞാൻ കാണാറുണ്ട്, ഒരമ്മ ഉസ്താദിനെ കാണാൻ ചെന്നിട്ട് ആ അമ്മയോട് തോളിൽ കൈവച്ചുകൊണ്ട് സ്വന്തം ഒരു മാതാവിനോട് പറയുന്ന മാതിരി അൻസാരി ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേമാതിരി ഒരു കുഞ്ഞു മോള് അവളെ കാണാൻ വേണ്ടി സമ്മാനങ്ങളുമായിട്ട് പോകുന്നത്. അതേമാതിരി ഒരു കുഞ്ഞു മോന് ഓനെ കാണാൻ വേണ്ടി ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിയിട്ട് പോയി അമ്മ വന്ന് കാണുന്നത് എനിക്ക് അൻസാരി ഉസ്താദിൻ്റെ ഇതാണ് ഇഷ്ടം. ഞാൻ ആ കുട്ടി അള്ളാഹു എന്നൊക്കെ എത്ര കൃത്യമായിട്ട്, ഇനിയിപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതിലേക്ക് വരണമെന്നില്ല. പക്ഷെ പഠിച്ച് നമ്മളത് ദീനിയാണെങ്കിൽ മറ്റുള്ള സമുദായത്തിലെ മക്കൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അവർക്ക് അതിൻ്റെ സത്യം അറിയാമല്ലോ എന്താണെന്നുള്ളത്. അതിനുവേണ്ടി അവർ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒക്കെ മലയാളത്തിൽ കിട്ടുന്നുണ്ട്, എല്ലാ സംഭവവും മലയാളത്തിൽ തർജ്ജമയായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ, ഇതൊരു കിതാബിൻ്റെതാണ്. ഇത് ഖുർആൻ മലയാളത്തിലുള്ളതാണ്. ഇതിൻ്റെ എഴുതിക്കുന്നതില്ലേ ഇത് എത്ര കട്ടിയുണ്ട്. ഇതിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമുക്കിതിലുണ്ട്. ഇതിലിഷ്ടം പോലെ ഇപ്പുറത്ത് മലയാളം, ഈ ഭാഗത്ത് അറബ് ഉണ്ടാവും, അതിൻ്റെ തർജ്ജമ മലയാള പടം ഉണ്ടാവും. അതേമാതിരി ഇതിൽ ഓരോന്നും നമുക്കിതിൽ പഠിക്കാനുള്ളതാണ്. ഇതെല്ലാം വായിച്ച് നോക്കിയാൽ തന്നെ ഖുർആൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. കാരണം ഇതിലെല്ലാതും ഉണ്ട്. ഇപ്പുറത്ത് ഖുർആനുണ്ട്, അതിൻ്റെ മലയാള തർജ്ജമ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിക്കാനും മനസ്സിലാക്കാനും വേഗമാണ്. അറബ് പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് മലയാളത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേഗമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി മറ്റുള്ളവർക്ക് പഠിക്കാമല്ലോ. കാരണം അറബ് അറിയാത്തവർക്ക് ഇതേമാതിരിലെ മലയാള തർജ്ജമ ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വായിച്ചെടുക്കാൻ വേഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഏതായാലും ഞാൻ നിർത്തുകയാണ്, ഇനി കൂടുതലൊന്നുമില്ല. അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് എല്ലാ ഉസ്താദന്മാരെയും നിങ്ങൾ അടക്കി കുറ്റം പറയരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസ് കൊണ്ട് ഞാൻ വീണ്ടും വരും. അള്ളാഹ് ആയുസ്സ് തന്നിട്ടില്ലേ.